ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ സദ്യയിൽ ഏറ്റവും മധുരമുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള മധുരപ്പച്ചടിയുടെ റെസിപ്പി കേട്ടോ. നമ്മൾ സദ്യയൊക്കെ വിളമ്പുമ്പോൾ ഒരുപാട് പേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള റെസിപ്പിയാണ് നമ്മുടെ പൈനാപ്പിൾ മധുരപ്പച്ചടി എന്ന് പറയുന്നത്. ചിലയിടത്ത് ഏത്തപ്പഴമൊക്കെ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഏറ്റവും സിമ്പിളായിട്ട് പൈനാപ്പിൾ മാത്രം ഉപയോഗിച്ചിട്ടോ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നല്ല സ്വീറ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചടി റെഡിയാക്കുന്നതെന്ന്. വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ നമ്മൾ എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിന്ന് എടുത്ത് വയ്ക്കാം. കണ്ടത് ഇതേപോലെ നാരൊക്കെ കളഞ്ഞത് ഈ ഒരു നീളത്തിലാണ് നമ്മൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ഒരേപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേവാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പമുണ്ടാവും. ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോൾ 1.5 കപ്പ് പൈനാപ്പിൾ നമുക്ക് കിട്ടിയിരുന്നു കട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ പൈനാപ്പിളിന് നാരൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നീളത്തിൽ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ റെഡിയാക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. മൺചട്ടി വേണമെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് നമ്മുടെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ളതല്ല, കാശ്മീരി റെഡ് ചില്ലി കേട്ടോ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് നന്നായിട്ടും തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് ശരിക്കും ഒന്ന് വെന്ത് തരട്ടെ. ഇനി ഒരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് മാത്രം മതിയാവും നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 1/4 പൈനാപ്പിളിന്. ഇനി ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചെറിയ ജീരകവും 1 ടീസ്പൂണിൻ്റെ അടുത്ത് കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകിന് ഇത്രയും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി എന്നുണ്ടെങ്കിൽ അത്രയും മതി കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവുള്ള ഒരു 2 മുളകും അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇതൊന്ന് അരഞ്ഞു വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളമൊന്നും വേണ്ട, നമ്മുടെ തേങ്ങയുടെ താഴെ നിർത്തി മാത്രം നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. എന്നാൽ മാത്രമേ തേങ്ങ ഇതേപോലെ നന്നായിട്ട് അരഞ്ഞു വരുള്ളൂ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് അരഞ്ഞു വരില്ല കേട്ടോ. ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 2-3 തവണ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു അച്ച് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ശർക്കരയോ പഞ്ചസാരയോ ചേർക്കുമ്പോഴാണ് നന്നായിട്ട് മധുരത്തിൽ വരുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ആണെങ്കിലും നന്നായിട്ടൊന്ന് അലന്ന് കണ്ടോ ശരിക്കും ഒന്ന് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളിലേക്ക് ആ പഞ്ചസാരയുടെ മധുരവും കൂടി ചെല്ലുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല മധുരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മതിയാവും. ഇനി ഈ വെള്ളം ഒരുപാട് വറ്റിക്കാനൊന്നും നിൽക്കണ്ട. പഞ്ചസാര നന്നായിട്ടൊന്ന് അലന്നിങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതെല്ലാം ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തേങ്ങ ശരിക്കും ഒന്ന് വെന്ത് ഒന്നങ്ങ് കുറുകി വരുന്നവരെ അവിടെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. അങ്ങനെ നമ്മുടെ തേങ്ങ അരപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് പതുക്കെ ഒന്നങ്ങ് കുറുകി വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റിനടുത്ത് എടുത്തുണ്ടായിരുന്നു കേട്ടോ മീഡിയം ഫ്ലെയിമിൽ. ഇതിനകത്തേക്ക് അത്യാവശ്യം പുളിയുള്ള ഒരു 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തോളണം. പിന്നെ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. തൈര് ഒരുപാട് തിളച്ച് പോയാൽ കൊള്ളില്ല. തൈര് എടുക്കുമ്പോൾ തീരെ പുളിയില്ലാത്ത തൈര് എടുക്കരുത്, അതേപോലെ തന്നെ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം ഒരു 1/2 കപ്പ് ചേർക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അത് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഒരു താളിപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ച് കറിയിലേക്ക് അങ്ങ് ഒഴിക്കുവാണ്. അപ്പോൾ കറുത്ത മുന്തിരിയൊക്കെ ചേർത്ത് ഒരുപാട് അങ്ങ് വെന്ത് ഉടയ്ക്കാനൊന്നും നിൽക്കരുത്. ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് നേരം ഉപ്പുവെള്ളത്തിലൊക്കെ ആയിട്ട് ശരിക്കും ഒന്ന് കഴുകിയിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്തിരിയൊക്കെ ചേർക്കുന്നത് നല്ല ഇഷ്ടമാവുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ മൂടി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തിക്കായിട്ട് നമ്മുടെ കറി വരും.
അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മധുരപ്പച്ചടി റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ കറിയിലേക്ക് നന്നായിട്ട് ആ മിക്സൊക്കെ പിടിച്ച് ശരിക്കും അരപ്പും തൈരും അതേപോലെ തന്നെ ആ പഞ്ചസാരയുടെ മധുരമൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല നമ്മുടെ സദ്യയിലെ ഒട്ടുമിക്ക റെസിപ്പീസും നമ്മൾ ഇതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അതുപോലെ തന്നെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരുന്ന് ഓണമൊക്കെ ആഘോഷിക്കുക. നമുക്കിതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.